ആദ്യമായിട്ട് ടൊറൻറ്റോ വന്നിട്ട് പൃഥ്വിരാജിൻ്റെ പടം ഓടുമ്പോൾ അത് കാണാതെ വേറൊരു പടം കാണാൻ പോണേ. അത് നീ കാരണം 3 മണിക്കൂർ വാട്ടപ്പടം കാണും. പടം നിൻ്റെ ഇതെങ്ങാനും OTT ഇറങ്ങുമ്പോൾ നല്ല പടമാണ്. ഇതിനെ വെട്ടി എടാ പടം എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല. അങ്ങനെയല്ല, പടം അടിപൊളി. അതായത് ഇതൊരു ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ ശരിക്കും. പടം എനിക്ക് ഒരു അവസാനമൊക്കെ ആയപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഗൂസ് ബംസ് മൊമെൻ്റ് ഉണ്ട് ആ പടത്തിൽ. നമുക്കറിയില്ല അത് ക്ലൈമാക്സ് ആണെന്ന്. കാരണം പടം തുടങ്ങിയത് തൊട്ട് സത്യം പറഞ്ഞാൽ എന്തിനാ ഇടവേള എന്തിനാന്ന് എനിക്ക് തോന്നി അല്ലേ. പടം തുടങ്ങുന്ന തൊട്ട് അവസാനം വരെ നമ്മളിങ്ങനെ ഇരിക്കും. ഭയങ്കര ഗ്രിപ്പിംഗ് ആണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ്, സ്ക്രീൻ പ്ലേ, ആ കഥ ഭയങ്കര രസമായിട്ട് ആ കഥ പറഞ്ഞു പോകുന്നത് അല്ലേ. നമുക്ക് ഒരു നിമിഷം പോലും ബോറടിക്കുകയോ നമ്മൾ വേറെ എന്തെങ്കിലും ഒന്നും ചിന്തിക്കാൻ പോവുകയോ ചെയ്യത്തില്ല. കാരണം കഥ അത്ര നന്നായിട്ടാണ് പറയുന്നത്. ഭയങ്കര നമുക്കിനി അടുത്ത എന്താ അല്ലെങ്കിൽ ഇവരുടെ ഈ കഥ ഇങ്ങനെ അതിങ്ങനെ റിവീൽ ആയിക്കൊണ്ടിരിക്കുക അല്ലേ. ഓരോ ആൾക്കാരെ കുറിച്ചാണെങ്കിലും നമുക്ക് ഭയങ്കര സസ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ട്വിസ്റ്റ് തരൂ അങ്ങനെയല്ല അല്ലേ. സർപ്രൈസ്. അതെ, നമുക്കത് എങ്ങനെയാ പറയുന്നത്. ഇപ്പൊ ചില സിനിമ നമ്മൾ കാണുമ്പോൾ ഓക്കെ ട്വിസ്റ്റ് ചെയ്തിപ്പോ നമ്മൾ മിറാഷ് കണ്ടു, അതിലിങ്ങനെ ഭയങ്കര ട്വിസ്റ്റ് കൊടുക്കുന്ന പോലെ അങ്ങനെ ട്വിസ്റ്റ് അല്ല ഇത്. ശരിക്കും നമുക്ക് ആ കഥ ഇങ്ങനെ തുറന്നു വരുക, അടുത്തടുത്ത സംഭവങ്ങൾ ഇങ്ങനെ വരുക. ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. ഇതിൽ പിന്നെ ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് ഇപ്പൊ പൃഥ്വിരാജിന് ഞാനൊരു ഇന്റർവ്യൂ ഉണ്ട്. ഇപ്പൊ അതിൽ പറയുന്ന പോലെ മലയാള സിനിമയിൽ അങ്ങനെ വലിയൊരു ആക്ടറോ അങ്ങനെയൊന്നും ആവശ്യമില്ലാതെ തന്നെ സിനിമകൾ ഹിറ്റാവുന്നു ഇപ്പൊ. അതായത് അതിനുള്ളൊരു കേപ്പബിലിറ്റി മലയാള സിനിമയ്ക്ക് ഉണ്ടെന്ന്. അതായത് ഇപ്പോൾ നമ്മുടെ മഞ്ഞുമൽ പോലെയും അങ്ങനെ ഇപ്പോൾ കുറേ സിനിമകൾ അങ്ങനെ വരുന്നില്ല ചെറിയ ആക്ടേഴ്സിനെ വെച്ച് തന്നെ. അതുപോലെ തന്നെ ഇതിലും നമുക്ക് അങ്ങനെ പറയാൻ വലിയൊരു ആക്ടേഴ്സ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നും ഒരു ഫീൽ എന്തിനും തോന്നുന്നുണ്ടോ? അതെല്ലാം ആ ക്യാരക്ടേഴ്സാണ് അല്ലേ. ഇതിൽ ഒരാൾ അങ്ങനെ ഒരു മെയിൻ ഡോമിനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നു അങ്ങനെയൊന്നുമില്ല. എല്ലാം ക്യാരക്ടേഴ്സായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചു. നമ്മൾ തകച്ചെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക. വിനീതൊക്കെ ഒരു രക്ഷയില്ല അല്ലേ. വിനീത് കുറച്ചൊരു പ്രശ്നം ഉണ്ടായുള്ളൂ, പക്ഷെ അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു പടം. അടിപൊളിയായിരുന്നു. ഭയങ്കര സ്ക്രിപ്റ്റ് ആണെങ്കിലും എല്ലാം നൈസ്, ഗുഡ് വാച്ചായിരുന്നു, അടിപൊളി വാച്ചായിരുന്നു.